ഈ കല്ല് കാണുന്നില്ലേ? ഈ കല്ല് ഇവിടെ ഉണ്ടായിരുന്ന കൊടക്കല്ലിന്റെ തന്നെ ഭാഗമാണെന്ന് ഉറപ്പിച്ച് പറയാവോ? അതെ അതെ, ഇതുണ്ടായിരുന്നു. ആ കൊടക്കല്ലിന്റെ ആകൃതി എന്തായിരുന്നു? വട്ടത്തിലായിരുന്നു. ഒരടി കനത്തില് പലക പോലെ ഇങ്ങനെ ഇത് കീഴോട്ടേക്ക് താത്തിയിട്ടേക്കാറ്. അത് 4 വശവും ഇങ്ങനെ ചാരി കൊടുത്തേക്കാറുണ്ട്. അതിൻ്റെ തെക്കേ സൈഡിൽ കരിങ്കല്ലുക്ക് വേറെ റൂം, വടക്കേ സൈഡിൽ ഇത് ഈ വെട്ടുകല്ലുകൊണ്ടുള്ളത്. അങ്ങനെയാണ്. കരിങ്കല്ലുണ്ടായിരുന്ന എന്ത് വലിപ്പം ഉണ്ടായിരുന്നുണ്ടാവും? അത് ഒരു 3/4 അടി കനത്തിലുള്ള പാറ ഇങ്ങനെ പലക പോലെ ആയിരിക്കണേ. ഇത് ഇങ്ങനെ 4 വശത്തുനിന്ന് ഇങ്ങനെ ചാരി ഓരോ കല്ല് അടിയിൽ വിരിച്ച് ഇങ്ങനെ ഇട്ടായി. പിന്നെ മോൾക്കല്ല് ഇവിടെയൊക്കെ ഉടഞ്ഞ് കിടപ്പുണ്ടായിരുന്നു, അത് തട്ടി ഒടിച്ച് കാട്ടിക്കളഞ്ഞു. ഇത് ഇപ്പോൾ ഇത് ഉടച്ച് കാട്ടിക്കളഞ്ഞു. അത് ഇതിങ്ങനെ ഒരു തോട് എടുത്ത് ഇങ്ങോട്ട് കൊണ്ട് വെള്ളം കളയാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് എടുത്തു. അപ്പോഴത് പോയത്, അതാകെ നാശം വന്നു പോയി. ഇത് ഇത്രയും സ്ഥലം ഇങ്ങനെ പൊന്തി കിടക്കുന്നത് ശരിക്കും കാണാം. ചേട്ടൻ്റെ ചെറുപ്പത്തിലെ ഇതിനേക്കാളും കൂടുതലുണ്ടായിരുന്നോ? ഇല്ല, ഈ ഒരു 1.5 അടി പൊക്കത്തിൽ ഭിത്തി ഇങ്ങനെ പൊന്തി നിൽക്കണ്ടായി. അത് നമുക്ക് കാണാൻ എപ്പോഴും കാണാം.